നമസ്കാരം. ശരീരത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ധാതുവാണ് കാൽസ്യം എന്നുള്ളത്. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിനും പരിപാലനത്തിനും ഇത് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ നാഡികളുടെയും പേശികളുടെയും പ്രവർത്തനം, രക്തം കട്ടപിടിക്കൽ എന്നീ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒന്നാണ് കാൽസ്യം എന്നുള്ളത്. കാൽസ്യം ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമുക്ക് എല്ലിനും പല്ലിനും ഉള്ള ബലക്ഷയം മാത്രമല്ല, ഓസ്റ്റിയോപോറോസിസ് പോലുള്ള പ്രശ്നങ്ങൾ, സന്ധിവേദന, നടുവേദന, മുട്ടുവേദന, പല്ലിൻ്റെയൊക്കെ ബലം കുറയുക, ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പലപ്പോഴും നമ്മൾ കാൽസ്യം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഏതൊക്കെയെന്ന് അറിയാമെങ്കിലും അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും ഈ കാൽസ്യത്തിൻ്റെ അളവ് കൂടാതിരിക്കുന്നതും എല്ലിൻ്റെ ആരോഗ്യവും അല്ലെങ്കിൽ ഇത്തരം വേദനയും ബുദ്ധിമുട്ടുകളൊന്നും മാറാതിരിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത്. ഞാൻ ഡോക്ടർ സജിത തേജ്. ഇതിൽ പ്രത്യേകമായിട്ട് ഇതിന് വളരെ ഇൻഫോർമേറ്റീവായിട്ട് നമ്മുടെ ആയുർവേദത്തിൽ നേരിട്ട് കാൽസ്യത്തെ കൂട്ടുന്ന രീതിയിലല്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരുപാടേറെ ഡെഫിഷ്യൻസികൾ മാറ്റിയിട്ട് നമ്മുടെ ശരിയായ കാൽസ്യത്തെ അബ്സോർബ് ചെയ്യാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഒരു ഔഷധ കൂട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് വീഡിയോയുടെ ഇടയ്ക്ക് നമുക്ക് പറയാം. അതിന് മുൻപേ നമ്മൾ വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഈ കാൽസ്യം ശരിയായിട്ട് നമ്മുടെ ബോഡിയിൽ കിട്ടാത്തത്, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്നും എന്തുകൊണ്ടാണ് ഇത് ബോഡി ശരിയായിട്ട് ആഗിരണം ചെയ്യപ്പെടാത്തത്, അല്ലെ എല്ലുകളിൽ നിന്ന് തന്നെ ചില അവസ്ഥകളിലൊക്കെ തന്നെ എല്ലിൽ നിന്ന് രക്തത്തിലേക്ക് കാൽസ്യം പോവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ എല്ലിന് കൂടുതൽ ബലക്ഷയം സംഭവിക്കുകയും ഓസ്റ്റിയോപോറോസിസ്, തേയ്മാനം പ്രശ്നങ്ങളും വേദനയൊക്കെ ഉണ്ടാവാനും അത് കാരണമാകാറുണ്ട്. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം വൈറ്റമിൻ ഡിയുടെ കുറവാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ ഡെഫിഷ്യൻ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുണ്ടോ, അതിലും കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കാരണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉള്ളിലേക്കുള്ള മെഡിസിനും കൂടെ എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ കറക്റ്റായിട്ടുള്ള ഒരു റുട്ടീനും കൂടെ കൊണ്ടുപോയാൽ, ഭക്ഷണത്തിൻ്റെയും അതുപോലെ നമ്മുടെ സ്ലീപ്പ് റുട്ടീനും ഒക്കെ തന്നെ ഒന്ന് കറക്റ്റാക്കി കഴിഞ്ഞാൽ വളരെ വലിയ വ്യത്യാസം കാണാൻ പറ്റും. ഇനി ഈ 40 വയസ്സിന് ശേഷം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാറില്ലേ പലപ്പോഴും? അതിനും ഒരു കാരണമുണ്ട്, നമുക്ക് വീഡിയോയിൽ പറയാം. ഇതിൽ വൈറ്റമിൻ ഡി കുറയുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നൊന്നും നമ്മുടെ ശരീരം ഒന്നും ഈ കാൽസ്യത്തിനെ ആഗിരണം ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇനി വൈറ്റമിൻ ഡി നികത്തിയാൽ മാത്രം മതിയോ? പോരാ. മഗ്നീഷ്യം കുറവുണ്ടോ നിങ്ങൾക്ക്? മഗ്നീഷ്യം കുറവുണ്ടെങ്കിൽ പല പല പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഉറക്കത്തിനെ അത് ഡിസ്റ്റർബ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പലരും കണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിമ്മി തുറക്കുന്നത്, ആ ഒരു ഇമ്പൾസ് വരുന്നത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാലും ഇത് വൈറ്റമിൻ ഡി ആക്റ്റീവായിട്ട് നിർത്തുന്നത് മഗ്നീഷ്യം ഉണ്ടാകുമ്പോഴാണ്. അപ്പം ശരിയായിട്ടുള്ള ഒരു കാൽസ്യം മെറ്റബോളിസം നടക്കണമെന്നുണ്ടെങ്കിൽ മഗ്നീഷ്യം ആവശ്യമാണ്. ഇനി ഇത് മാത്രം മതിയോ? പോരാ. വൈറ്റമിൻ K2 ആവശ്യമായിട്ടുണ്ട്. ഇനി ഈ K2 ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി അബ്സോർബ് ഇത് ചെയ്താൽ പോലും ഈ കാൽസ്യത്തിനെ എല്ലാം തന്നെ എല്ലുകളിലേക്ക് എത്തിക്കണ്ടേ. അതല്ലാതെ ഇത് പലപ്പോഴും രക്തക്കുഴലിലൊക്കെ അടിഞ്ഞുകൂടിയിട്ട് കാൽസ്യം അടിഞ്ഞുകൂടി പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് മാറ്റാൻ ഇത് രക്തത്തിൽ നിന്നും എല്ലുകളിലേക്ക് ഈ കാൽസ്യത്തിന് കൊടുക്കുന്ന പണി വൈറ്റമിൻ K2-നാണ്. അപ്പോൾ ഇതൊക്കെ ശരീരത്തിൽ ഉണ്ടെങ്കിലേ നമ്മൾ ഈ വിചാരിച്ച കാര്യങ്ങൾ നടക്കുകയുള്ളൂ, ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി 40-ന് ശേഷം തന്നെ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് കൂടുതൽ എല്ലുകളെ ബാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സ്ത്രീകളിലായാലും പുരുഷന്മാരിലാണെങ്കിലും അവരുടെ സ്ത്രീകളിലൊക്കെ ഈ ഈസ്ട്രോജൻ ഹോർമോൺ വളരെയധികം കുറഞ്ഞു വരുന്നൊരു സമയമാണ്. പ്രത്യേകിച്ചും നമ്മുടെ മെൻസസ് ഒക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ മെനാപോസിനോട് അടുപ്പിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ വളരെയധികം കുറഞ്ഞു വരും. അതുകൊണ്ട് കാൽസ്യത്തിൻ്റെ ശരിയായിട്ടുള്ളൊരു അബ്സോർപ്ഷൻ നടക്കാണ്ട് വരും എന്നുള്ളതുകൊണ്ടും എല്ലിൻ്റെ ബലം കുറയുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതലായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കറക്റ്റായിട്ടാണോ നമ്മുടെ ബോഡിയിലെ പാരാമീറ്റേഴ്സ് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ചില ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കേണ്ടതായിട്ട് വരും. അതിൽ പാലുൽപ്പന്നങ്ങൾ, കൊഴുപ്പ് കുറഞ്ഞതോ പാട നീക്കിയതോ ആയ പാലിൽ ധാരാളം കാൽസ്യം ഉണ്ട്. തൈരിലും ഉണ്ട്. അതുമാത്രമല്ല, തൈരൊക്കെ കുടലിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന പ്രോബയോട്ടിക്സ് ഉണ്ട്. പിന്നെ ചീസ് വിഭാഗത്തിൽപ്പെട്ട ചെഡാർ, റിക്കോട്ട, മൊസറെല്ല തുടങ്ങിയിട്ടുള്ളതൊക്കെ നമുക്ക് കാൽസ്യം കിട്ടുന്ന ഇതാണ്. അതുപോലെ ചീര, സ്പിനാച്ച് തുടങ്ങിയിട്ടുള്ള ഇലക്കറികളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അതിന് പാലുൽപ്പന്നങ്ങൾ അലർജി ഉള്ളവരാണെങ്കിലും മതിയായിട്ടുള്ള ചെറുമീനുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഇനി ബദാം കഴിക്കുന്നതിലും തന്നെ കാൽസ്യം മാത്രമല്ല ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പും നാരും ഒക്കെ ഉണ്ട്. പിന്നെ സോയ തുടങ്ങിയ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. ഇനി ഓട്സ് പാല്, ഇത് പശുവിൻ പാല് പോലെ തന്നെ നമുക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒന്നാണ്. മുരിങ്ങയില, റാഗി, എള്ള്
ഇതുപോലെ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നത്, ദിവസേന നമ്മൾ നടക്കുന്നത്, ഏതെങ്കിലും ഒരു രീതിയിൽ വ്യായാമം ചെയ്യുന്നത് ഒക്കെ തന്നെ വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ സ്റ്റോമക്ക് ആസിഡുകൾ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു ഇതുപോലുള്ള വൈറ്റമിൻസിനെയും മിനറൽസിനെയും ഒക്കെ ശരീരം ശരിയായിട്ടുള്ള രീതിയിൽ ആണോ ആഗിരണം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് എപ്പോഴും തന്നെ ഇത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. അതുപോലെ വൈറ്റമിൻ സി ആയാലും വൈറ്റമിൻ B12, സിങ്ക്, ഇതൊക്കെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുന്നതും പ്രോപ്പർ എമൗണ്ടിൽ നമുക്കുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പാരാതൈറോയിഡ് ഹോർമോണിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ഹോർമോൺ ഒരു പരിധിയിൽ കൂടുതലായാലും പ്രശ്നമാണ്. ഇത് പലപ്പോഴും തന്നെ നമ്മുടെ രക്തത്തിൽ കാൽസ്യം കുറയുന്ന സമയത്ത് ഈ പാരാതൈറോയിഡ് ഹോർമോൺ വളരെ ഉയർന്ന ലെവലിലാവും. ഇത് എല്ലുകളിലെ ഓസ്റ്റിയോക്ലാസ്റ്റ് എന്നൊരു കോശത്തെ ഉത്തേജിപ്പിക്കുകയും ഇത് എല്ലിൻ്റെ ഭാഗങ്ങളെയൊക്കെ ലയിപ്പിച്ചു അതിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് വിടും. ഇങ്ങനെയാവുമ്പോഴും നമുക്ക് ഈ മെനോപോസ് സമയത്തൊക്കെ തന്നെ ഇത് സംഭവിക്കുന്നത് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഈസ്ട്രോജൻ കുറയുമ്പോൾ പൊതുവെ എല്ലുകൾക്കൊരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ ഓസ്റ്റിയോക്ലാസ്റ്റിൻ്റെ പ്രവർത്തനം കൂടിയിട്ട് ഈ കാൽസ്യം നഷ്ടപ്പെടാനും ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ദീർഘകാലം നമ്മൾ സ്റ്റിറോയിഡ് മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കിഡ്നി രോഗങ്ങളിലും അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ തന്നെ ഇത് കാണാറുണ്ട്. ആയുർവേദത്തിലാണെങ്കിൽ പലപ്പോഴും പറയുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങളെ എല്ലാം തന്നെ നോർമലാക്കി കൊണ്ടുവന്ന് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും നമ്മുടെ ഇത്തരം കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടുന്ന രീതിയിലുള്ള ഒരു ഔഷധ കൂട്ടുണ്ട്, പഞ്ചതിക്തഘൃതം എന്നുള്ളതാണ്. ഇത് പഞ്ച എന്ന് വെച്ചാൽ 5, തിക്തം കയ്പ്, ഘൃതം എന്ന് വെച്ചാൽ 5 കയ്പുള്ള ഔഷധങ്ങൾ നീര് തയ്യാറാക്കി എടുക്കുന്ന ഒരു കൂട്ടാണ് പഞ്ചതിക്തഘൃതം എന്നുള്ളത്. അതിൽ തന്നെ ആര്യവേപ്പ്, പടോല, ആടലോടകം, ചിറ്റമൃത്, കണ്ടകാരി തുടങ്ങിയിട്ടുള്ള ഔഷധങ്ങളെല്ലാം തന്നെ നെയ്യും ചേർത്ത് തയ്യാറാക്കുന്നതാണ്. ഇതിന് അസ്ഥിധാതു അല്ലെങ്കിൽ എല്ലുകൾ, സന്ധികൾ, ചർമ്മരോഗം, വാതരോഗം ഇതിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് അസ്ഥിധാതുവിനെ, അതായത് അസ്ഥിധാതുവിനെ പോഷിപ്പിക്കാനും വാതദോഷം ശമിപ്പിക്കാനും അസ്ഥിയുടെയൊക്കെ തന്നെ പുനർനിർമ്മാണത്തിനും സന്ധികളിലെ ലൂബ്രിക്കേഷൻ മെച്ചപ്പെടുത്താനും ഈ എല്ലിൻ്റെയൊക്കെ ദൗർബല്യം കുറയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോപീനിയ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടൈലോസിസ്, ലംബാർ കേസുകൾ, ഡിസ്ക് ജനറേഷൻ, ജോയിൻറ്റ് പെയിൻ ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഇത് ഉപയോഗപ്രദമായിട്ട് പല രീതിയിൽ ഡോക്ടറിൻ്റെ യുക്തിക്കനുസരിച്ച് മറ്റു മരുന്നുകളുടെ കൂടെ കൊടുക്കാറുള്ളതാണ്. ഇതിലും തന്നെ സോറിയാസിസും, എക്സിമ, പലവിധ കുഷ്ഠരോഗങ്ങൾ, അലർജി ഇതിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ദീർഘകാല ജ്വരത്തിലും വാതരോഗത്തിലും ശരീരത്തിൻ്റെ ക്ഷീണത്തിലും ഒക്കെ നമ്മൾ ഇതിനെ ഉപയോഗപ്പെടുത്താറുണ്ട്. പൊതുവെയായിട്ട് 1 മുതൽ 2 ടീസ്പൂൺ വരെ കഴിക്കാനാണ് പറയാറുള്ളത്. അതിനുശേഷം ഇളം ചൂടുള്ള ഭക്ഷണത്തിന് മുൻപേ ആയിട്ട് കഴിക്കുന്നൊരു ഇളം ചൂടുള്ള വെള്ളം കൂടെ കുടിക്കാൻ പറയാറുണ്ട്. ഇത് പലപ്പോഴും തന്നെ ഈ രീതിയിലുള്ള ജോയിൻ്റ് ബുദ്ധിമുട്ടുകളെയും അല്ലെങ്കിൽ ഇത്തരം വേദന പ്രശ്നങ്ങളെയും ശരിയായിട്ടുള്ള എല്ലിൻ്റെ ബലക്കുറവിനെയും ഒക്കെ തന്നെ സഹായിക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഘൃതമായതുകൊണ്ട് തന്നെ ചില കേസിൽ നമുക്കിത് ഉപയോഗിക്കാൻ പാടില്ലാത്തതായിട്ടുണ്ട്. അതുകൊണ്ട് ശരിയായിട്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാവുന്ന ഒന്നുകൂടിയാണ്. കാരണം ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി വ്യത്യസ്തമായതുകൊണ്ട് തന്നെ കരൾ രോഗം, അമിതവണ്ണം, ഗുരുതരമായ ദഹന പ്രശ്നങ്ങളുള്ളവർ, മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ ഇങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഡയറക്റ്റ് കൺസൾട്ടേഷനിൽ മാത്രമേ ഉപയോഗിക്കാവൂ. നേരിട്ട് കാൽസ്യം കൂട്ടുന്ന ഒരു സപ്ലിമെൻ്റ് ആയിട്ടൊന്നും അല്ല പറയുന്നതെങ്കിലും ഇത് അസ്ഥിധാതുവിനെയൊക്കെ പോഷിപ്പിക്കുന്നതും വാതദോഷം ശമിപ്പിക്കാനും സഹായിക്കുന്ന ഒരു ഔഷധഘൃതം തന്നെയാണ്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളുള്ള കേസുകളിലൊക്കെ തന്നെ നമുക്ക് വളരെയധികം ഗുണകരമായിട്ട് നല്ല ഇഫക്റ്റ് കണ്ടിട്ടുള്ള ചില ഔഷധങ്ങളാണ്. ഇതിന് കൂടെ നമ്മുടെ എപ്പോഴും തന്നെ ദിനചര്യയിൽ ചില ഹെൽത്തി ആയിട്ടുള്ള ദിനചര്യ ഫോളോ ചെയ്ത് കൊണ്ടുപോകും കൂടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് ഈ ഹോർമോൺസിൻ്റെ ലെവലൊക്കെ തന്നെ നോർമലാക്കാൻ പറ്റുകയുള്ളൂ. എപ്പോഴും നമ്മൾ മരുന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളത് എപ്പോഴും പറയുന്ന കാര്യമാണ്. കാരണം മരുന്ന് എപ്പോഴും സെക്കൻഡറി ആണ്. നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ നോർമലാക്കി കൊണ്ടുപോയി, അതായത് ഉറക്കം എന്നുള്ളതൊക്കെ പലപ്പോഴും എല്ലാവരും കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ശരിയായിട്ട് നിങ്ങൾ ഉറങ്ങിയിട്ടില്ല ഒക്കെ എന്നുണ്ടെങ്കിൽ ശരീരത്തിലുള്ള ഇത്തരം ഹോർമോൺസുകളൊന്നും നേരെയായിട്ട് പോവാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് മറ്റുള്ള എന്ത് മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാലും ഇതിനൊന്നും തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും ചെറിയ രീതിയിലെങ്കിലും ഒരു നടത്തം എങ്കിലും, അത് ഏറ്റവും ചെറിയ രീതിയിലാണ് പറഞ്ഞത്, കഴിയുന്ന പോലെ നമുക്ക് മറ്റുള്ള വ്യായാമങ്ങളൊക്കെ ദിവസത്തിൽ നമ്മുടെ ബോഡിക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ വിചാരിച്ച പോലുള്ള ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഈ ഒരു 40s ശേഷം നമുക്ക് വരാതെ നമ്മുടെ ബോഡിയെ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
മാറ്റം വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.